രാവിലെ തന്നെ ചൂണ്ടടാൻ വന്നതാണ്. അപ്പോൾ മീനൊന്നും കിട്ടിയില്ല. അപ്പോൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാം. അമലെ പോവാ. അപ്പൊ ഇന്ന് ലീവ് ഉള്ളോണ്ട് ഞങ്ങള് രണ്ടുപേരും കൂടെ ഒന്ന് ചൂണ്ടയിടാൻ ഇറങ്ങിയതാട്ടോ. അപ്പൊ ആദ്യത്തെ സ്പോട്ട് അത്ര പോരാന്ന് പറഞ്ഞിട്ട് അടുത്ത സ്പോട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതാട്ടെ. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം നിൽക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ വൈക്കലും ഉണ്ട്. അങ്ങനെ ആ വെള്ളക്കെട്ടൊക്കെ താണ്ടി ഞങ്ങളൊരു കനാലിന്റെ സൈഡിൽ കൂടി നേരെ നടന്നു പോവാണ്. അങ്ങനെ ഞങ്ങൾ ആ നടന്നു പോയി എത്തിപ്പെട്ട ലൊക്കേഷൻ ഉണ്ടല്ലോ, ആ സ്പോട്ട് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. കാരണം ഒരു വലിയ പാടം നിറച്ചും വെള്ളം കെട്ടി അങ്ങ് നിൽക്കുക. ആ എത്തിയ സമയത്ത് തന്നെ നല്ല രീതിയിൽ മഴയും പെയ്തു തുടങ്ങി കേട്ടോ. ആ ഒരു ഫീൽ പറഞ്ഞറിയിക്കാൻ പറ്റൂല. സത്യം പറഞ്ഞാൽ നമ്മുടെ ആ ചിറാപ്പുഞ്ചി ഷൂട്ടൊക്കെ ഇവിടെ വെച്ചായിരുന്നു ചെയ്യേണ്ടത്. ഞങ്ങൾ നേരെ ഞങ്ങളുടെ പണി തുടങ്ങി കേട്ടോ. ഞങ്ങളുടെ കയ്യിലുള്ള കൈ ചൂണ്ടിയെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് നോക്കി. നമ്മളിവിടെ ചൂണ്ടടാൻ വന്ന സമയത്ത് ഒരു ചേട്ടനും ഉണ്ടായിരുന്നു ചൂണ്ടടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളിക്ക് പൊളിജാതി സാധനം അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ അടിച്ചു തരാം കേട്ടോ. ഇതെന്താണ് ഏട്ടാ? മണ്ണിര്, മലിഞ്ഞിരല്ലേ? അത്യാവശ്യം പൊളിജാതി വൈബുള്ള സ്ഥലമാണ്. ഫിഷിംഗ് ഒക്കെ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നിട്ടാണ്. കാരണം അത്രയും എന്താ പറയുക, പാടങ്ങളും മറ്റേ തെങ്ങും വരമ്പൊക്കെ ആയിട്ടുള്ള മലകളൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഒരു സ്ഥലത്താണ് നമ്മൾ ചൂണ്ടടാൻ വന്നത്. പക്ഷെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. വേറൊന്നുകൊണ്ടല്ല, നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. എന്തായാലും നമ്മൾ ഈ പരിപാടി കണ്ടിന്യൂ ചെയ്യും. എന്നിട്ട് ഇവിടെ നടക്കാൻ ഭയങ്കര പാടാട്ടോ. വെള്ളത്തിൽ കൂടിയാണ് നടക്കുന്നത്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എന്തായാലും ഈ പരിപാടി നമ്മൾ കണ്ടിന്യൂ ചെയ്യും. നല്ലൊരു പ്രൊഫഷണൽ ചൂണ്ടിടുന്ന ഏതേ ഒരു കമ്പനിക്കാരനെ നമ്മൾ തപ്പി പിടിച്ച് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചൂണ്ടിടാൻ കൊണ്ടുവരുന്നതാണ്. എന്നിട്ട് എന്തായാലും മീനെ പിടിക്കും. അപ്പോൾ അതൊക്കെ വ്ളോഗിൽ വരും. എല്ലാവരും കട്ട സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക.